എൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു പ്രൊഡക്റ്റാണ് 95. അത് എൻ്റെ ഹസ്ബൻഡിന് പിന്നെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രശ്നം വന്നു. അപ്പോൾ മൂത്രമൊഴിക്കുമ്പോൾ ഒരു വേദന മാതിരിയായിരുന്നു. ആദ്യമൊക്കെ വയറ്റിൽ വേദനയായിരുന്നു. അപ്പോൾ ഒരു MBBS ഡോക്ടറെ കാണിച്ചു നാട്ടിലുള്ള. അപ്പോൾ അവർ ഗുളികയൊക്കെ കൊടുത്തവർ പറഞ്ഞു, നിങ്ങൾ എന്താണ് യൂറോളജി ഡോക്ടറെ കാണിക്കണം, ടെസ്റ്റ് ചെയ്യണം, എന്താ അങ്ങനെ വരാൻ സാധ്യത ഉണ്ട്, എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. കാണിച്ച് അവരെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ പോയി ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ ഗുളികയൊക്കെ കൊടുത്തു. ഗുളിക എന്ന് വെച്ചാൽ 70 രൂപയോ അങ്ങനെ ഒരു ഗുളികയ്ക്ക്. അത് കഴിച്ചതിന് ശേഷം ഭയങ്കര ക്ഷീണമൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ എന്താ ഇങ്ങനെ വരാൻ സാധ്യത ഉണ്ടോ, എങ്ങനെയാ എന്താ അത് കുറയാത്തതെന്നത്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം പറഞ്ഞു, പിന്നെ റിസൾട്ട് കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ മൈത്ര ഹോസ്പിറ്റലിൽ വരണം, പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ അവിടെ പോയി മരുമകനെയും കുട്ടി അവിടെ പോയി. പിന്നെ ബ്ലഡ് റിസൾട്ട് എന്താ വെച്ചാൽ ബയോപ്സി ടെസ്റ്റാണ്. അതിൻ്റെ റിസൾട്ട് അടുത്ത ആഴ്ച, ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാം, നിങ്ങൾ അപ്പോൾ റിസൾട്ട് തരാമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ മൂപ്പര് ഒരുങ്ങി പോന്നു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഞാനും ഹസ്ബൻഡും കൂടെ പോയി. ക്യാൻസർ സെല്ലിൻ്റെ പ്രശ്നമുണ്ട്, അപ്പോൾ പിന്നെ ഇവിടെ ബോഡി സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞ അമ്മ, പിന്നെ അച്ഛന് പെട്ടെന്ന് സർജറി ചെയ്യണം, പിന്നെ ബോഡി സ്കാൻ ചെയ്യണം, ഇവിടെ ഇല്ല, നിങ്ങൾ രാജേന്ദ്ര ഹോസ്പിറ്റലിൽ പോയിട്ട് അത് ചെയ്താൽ മതി, ഇവിടെ 6000 രൂപ അങ്ങനെയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു 50,000 രൂപയോളം ഞങ്ങളെ കയ്യിൽ നിന്ന് പോയിന്. അപ്പോൾ പിന്നെ അവിടെ പോയി പിന്നെ ബോഡി സ്കാനിങ് ചെയ്തു. അപ്പോൾ സ്കാനിങ് ചെയ്ത് കുറച്ച് 2 മണിക്കൂറൊക്കെ അവിടെ ഇരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇന്ന് തന്നെ റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ റിസൾട്ട് ഒക്കെ വന്നു. ക്യാൻസർ സെല്ലിൻ്റെ പ്രശ്നമുണ്ട്, ഇത് നെർവിനൊക്കെ ഉണ്ട്, പിന്നെ കഴുത്തിൻ്റെ മേലെ വരെ തലയ്ക്ക് വരച്ച് ഇടയ്ക്കൊക്കെ തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുള്ള് നെർവിന് ഇങ്ങനെ ടിക്കിട്ട മാതിരി ഒരു നീല മഷീൻ്റെ ഒരു അടയാളം പോലെ. ഡോക്ടർ പറഞ്ഞത് കഴുത്ത് തിരിക്കാനൊന്നും ഇങ്ങനെ പാടില്ല. അപ്പോൾ തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നെർവ് പൊട്ടും. നമ്മളെ നെർവ് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ഒരു ഉപയോഗശൂന്യമായ വസ്തുവായി നമ്മൾ മാറില്ലേ. അതുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ മുടക്കല്ലൂർ ഹോസ്പിറ്റലിൽ പോയി. അവിടെ മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർഡ് രാമകൃഷ്ണൻ ഡോക്ടറാണ്. അപ്പോൾ മൂപ്പര റിസൾട്ടൊക്കെ കാണിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, പിന്നെ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യണം എന്ന് വെച്ചാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിൻ്റെ അതിൻ്റെ ഒരു പഴുപ്പ് മാതിരിയുണ്ട്, അപ്പോൾ അതെടുത്ത് കളയണം എന്ന ശേഷം അപ്പോൾ കുറേ ഗുളികയൊക്കെ കൊടുത്തു. അപ്പോഴത്തേക്ക് കുറേ ഗുളികയൊക്കെ കഴിച്ചിട്ട് മൂപ്പര് ഭയങ്കര ക്ഷീണമൊക്കെയാണ്. അതിനുശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കാണിച്ചതിന് ശേഷം അപ്പോൾ അന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു, അനസ്തേഷ്യൻ ഡോക്ടറെ കാണിക്ക്, പെട്ടെന്ന് നമുക്ക് സർജറി ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത ഒരു ചൊവ്വാഴ്ച കാണിച്ച അടുത്ത ചൊവ്വാഴ്ച ചെല്ലാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയി. അതിന് ശേഷം അവിടെ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു. ചുട്ടു തിന്ന ഒരു അണ്ടിയില്ലേ, അങ്ങനത്തെ ഒരു സാധനമാണ് എനിക്കെടുത്ത് ഡോക്ടർ അന്നേരം തന്നെ കാണിച്ചു തന്നെ. പക്ഷെ അതിന് ഒരു പഴുപ്പ് വന്ന മാതിരിയുണ്ട്. ഈ പഴുപ്പ് മൂപ്പര് ശരീരത്തിൽ മുഴുവൻ അതിൻ്റെ എന്താ വെച്ചാൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ശരീരത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുക. ആ ഇംഗ്ലീഷ് ഗുളിക കഴിച്ചിട്ടൊന്നും ഒരു മാറ്റവും ഇതിന് വന്നിട്ടില്ല. ഈ PSA എന്ന് പറഞ്ഞ ടെസ്റ്റ് 150 നോക്കുമ്പോൾ ഉള്ളത്. അപ്പോൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വന്ന് ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു, മൂപ്പരോട് പറഞ്ഞു, നമ്മൾ ഗുളികയൊക്കെ അന്ന് തന്നിന്. നാട്ടിൽ വന്നു എന്നതിന് ശേഷം ഞാൻ പറഞ്ഞു, ഇങ്ങനെ നമ്മൾ 95 പ്രൊഡക്റ്റ് ഉണ്ട്, നമുക്ക് മേടിച്ചിട്ട് അത് കഴിച്ചു നോക്കണം, നല്ല റിസൾട്ട്. അപ്പോൾ മോളോട് പറഞ്ഞു, ഓക്കെ, നല്ല പ്രൊഡക്റ്റാണ്, ആൻറ്റി ഓക്സിഡൻ്റ്. അവൾക്ക് അതിനെപ്പറ്റി അറിവുള്ള ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് അവൾക്കാണ് ഞാൻ റിസൾട്ടൊക്കെ ഇട്ട് കൊടുത്തത്. എൻ്റെ മകള് ആയുർവേദ ഡോക്ടർ ആണെങ്കിൽ പോലും അവള് തന്നാൽ പോലും ഞാനിത് കഴിക്കില്ല. എന്ന് വെച്ചാൽ ഞാൻ മൈ ലൈഫിൽ വന്നിട്ട് ഇതിൽ ലീഡേഴ്സും ഓരോ റിസൾട്ട് ബെന്നിസാറ് പറയുന്നൊക്കെ റിസൾട്ടും അതൊക്കെ കൊണ്ടാണ് ഈ പ്രൊഡക്റ്റിന് എനിക്ക് അത്ര വിശ്വാസം. അപ്പോൾ 150 എന്ന് പറഞ്ഞ ഈ ടെസ്റ്റിന്റെ ഒരു മാറ്റവും ഇല്ല. അപ്പൊ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്ത് ആദ്യം ശരി ഞങ്ങൾക്ക് പരിചയമുള്ള ലേബാണ്. അപ്പോൾ അവരെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഈ പ്രോബയോട്ടിക് പിന്നെ 95 ഇത് 2 പ്രൊഡക്റ്റ് ഒരു ബോക്സ് ഞങ്ങൾ മേടിച്ച് പിന്നെ ഓരോ സിപ്പപ്പ് വെച്ചിട്ടാണ് കഴിച്ചത്. രാവിലെ തണുത്ത വെള്ളത്തിൽ കാച്ചി തണിഞ്ഞ വെള്ളത്തിൽ പിന്നെ ഒരു 1/2 ഗ്ലാസിന്റെ മേലെ വെള്ളവും ഒരു സിപ്പപ്പ് പൊട്ടിച്ച് അത് കഴിച്ച് കുറേ കഴിച്ചതിന് ശേഷം ഒരു 10 ക്ഷീണമൊക്കെ. പിന്നെ ഗുളികയൊന്നും ഓരോ ഗുളിക മാത്രമേ, ഫുള്ള് ഗുളികയൊന്നും മേടിച്ചിട്ടൊന്നുമില്ല. 3 ജാതി ഗുളികയൊക്കെ ഉണ്ട്, അതൊന്നും മേടിച്ചിട്ടില്ല. ഒരു ഗുളിക മേടിച്ചെന്ന് വെച്ചാൽ മൂത്രത്തിന്റെ പ്രശ്നം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ മേടിച്ച് അതും കഴിച്ചു. ഇംഗ്ലീഷ് ഗുളിക കഴിക്കുമ്പോൾ ഇത് രാവിലെ എഴുന്നേറ്റ ഉടനെ കൊടുക്കും. അപ്പോൾ അതിന് ശേഷം കുറേ മാറ്റം വന്നു. പിന്നെ എന്നതിന് ശേഷം 1 മാസം അത് കഴിഞ്ഞതിന് ശേഷം ലേബിൽ പോയി ടെസ്റ്റ് ചെയ്തു. അപ്പോൾ 130. അപ്പോൾ അവർ ചോദിച്ചു, എന്താ ബാലേട്ടൻ ഇങ്ങനെ നല്ല മാറ്റം ഉണ്ടല്ലോ ഇപ്പം ഗുളിക എന്ന് പറഞ്ഞ്. ഞാനിപ്പോൾ ആയുർവേദ പ്രൊഡക്റ്റ് കഴിക്കുന്നുണ്ട്, ഇന്നെ വെൽനസ് പ്രൊഡക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു അവരോട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ മേടിച്ചു.
ഒരു ബോക്സ് 95, പിന്നെ പ്രോബയോട്ടിക് രണ്ടാമത്തെ പ്രാവശ്യവും കഴിച്ചു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ 110 വന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയും മേടിച്ച് 3 ബോക്സ് ഫുള്ള്, സത്യം പറയാൻ വെച്ചാൽ 3 ബോക്സ് മൂപ്പര് കഴിക്കുമ്പോഴത്തേക്ക് 3.7 നല്ല സൂപ്പർ റിസൾട്ടായി. 3.7 ഒരു പ്രശ്നമില്ല. അപ്പോൾ ഈ കഴിഞ്ഞ മാസം ഒരു ബോക്സ് മേടിച്ചിട്ട് മൂപ്പര് എന്നെ ഇപ്പോൾ നല്ല വിശ്വാസമാണ്. നമ്മൾ മൈ ലൈഫിൽ എന്ത് പ്രൊഡക്റ്റ് നമ്മൾ കഴിച്ചാലും നമ്മളെ ജീവിതം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ മരിക്കുമെങ്കിലും 2 ദിവസമെങ്കിലും നമ്മളെ ജീവിതം നീട്ടിക്കിട്ടുന്നതാണ് എനിക്ക് പൂർണ്ണ വിശ്വാസം. പല ആൾക്കാരും ഇങ്ങനെ കഷ്ടപ്പെടുന്നു, പല അസുഖവുമായിട്ട്. നമ്മൾ അവർക്കൊക്കെ നല്ലൊരു ചാരിറ്റി ആയിട്ട്, നമ്മുടെ പൈസയൊന്നുമല്ല, ഞാനിപ്പോൾ ആരെ കണ്ടാലും ഇങ്ങനെ എനിക്ക് പൈസ വേണ്ടെന്നല്ല, എന്നാലും പൈസയൊന്നുമല്ല, അവരെ രക്ഷപ്പെട്ടേ എന്നുള്ള ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് നല്ലൊരു ദൈവത്തിന്റെ കൈയൊപ്പി 100% അല്ല 101% നല്ല സൂപ്പർ പ്രൊഡക്റ്റുകളാണ് ഒക്കെ പ്രൊഡക്റ്റുകൾ. പ്രൊഡക്റ്റിനെ പറയാന്ന് വെച്ചാൽ എനിക്ക് ഒരു ദിവസം വേണം, പക്ഷെ എങ്കിൽ സമയക്കുറവ് കാരണം ഞാൻ നിർത്തുന്നു സാറേ.